സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ മധ്യ ജില്ലകളിലാണ് ഇന്ന് ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേസമയം താപനിലയും അതിനനുസരിച്ച് അൾട്രാ വയലറ്റ് സൂചികയും ഉയരുന്നുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന അറിയിപ്പ്. ഇതുപ്രകാരം തെക്കൻ മധ്യ ജില്ലകളിൽ ഇന്ന് ഗ്രീൻ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊടുംവെയിലിൽ വലയുന്ന മലയാളികൾക്ക് ഈ മഴ ആശ്വാസമാകും. മാർച്ച് 8, 9 തീയതികളിൽ ഇടിയോടും മിന്നലോടും കൂടി ഒറ്റപ്പെട്ട മഴ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുമെന്നാണ് അറിയിപ്പിൽ പറയുന്നത്. അന്തരീക്ഷത്തിലെ കാറ്റിന്റെ അസംഘടിതാവസ്ഥയും അറബിക്കടൽ ഭാഗത്തു നിന്നുള്ള ഈർപ്പം കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതുമാണ് മഴയ്ക്ക് കാരണമാകുന്നത്. മാർച്ച് 8-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലും മാർച്ച് 9-ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിലുമാണ് ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാർച്ച് 10-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലും മാർച്ച് 11-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഗ്രീൻ അലർട്ട് നൽകിയിട്ടുണ്ട്. വേനൽക്കാലത്ത് പെട്ടെന്ന് രൂപപ്പെടുന്ന മേഘങ്ങളിൽ നിന്ന് കുറച്ചു സമയത്തേക്ക് മാത്രം ലഭിക്കുന്ന വേനൽമഴ അന്തരീക്ഷത്തിനും മനുഷ്യനും നേരിയ ആശ്വാസം നൽകാറുണ്ട്. കനത്ത ചൂടിനിടയിൽ ലഭിക്കുന്ന ഈ മഴ താപനില കുറയ്ക്കുകയും താൽക്കാലികമായി തണുപ്പ് നൽകുകയും ചെയ്യും. മഴ പെയ്യുന്നതോടെ വായുവിലുള്ള പൊടിപടലങ്ങളും മലിനീകരണ കണങ്ങളും താഴേക്ക് പതിക്കുന്നത് അന്തരീക്ഷം കൂടുതൽ ശുദ്ധമാകാനും സഹായിക്കും. വേനൽ മഴകൾ സാധാരണയായി ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും കാരണമാകുമെന്നതിനാൽ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളും കാലാവസ്ഥാ വിദഗ്ധർ നൽകുന്നുണ്ട്. അതേസമയം താപനിലയും അതിനനുസരിച്ച് അൾട്രാ വയലറ്റ് സൂചികയും ഉയരുന്ന സാഹചര്യത്തിൽ മൂന്നാറിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൊട്ടാരക്കര, കോന്നി, ചെങ്ങന്നൂർ, ഒല്ലൂർ, തൃത്താല, പൊന്നാനി, ബേപ്പൂർ, മാനന്തവാടി എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധരും പറയുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.